നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിലേക്ക് നമ്മുടെ Next.jsന്റെ എല്ലാ ഫയൽസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രോജക്റ്റ് ഫോൾഡറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് Next.js ലേണിംഗ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് എല്ലാ ഫോൾഡേഴ്സും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, .next എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിപ്പം കൺസിഡർ ചെയ്യേണ്ട. നോഡ് മൊഡ്യൂൾസ് നിങ്ങൾക്കറിയാം, ആസ് യൂഷ്വൽ നമ്മൾ npm വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നോഡ് മൊഡ്യൂൾസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ package.json നമ്മൾ കണ്ടായിരുന്നു അല്ല, അതിനകത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡൻസി ആയിട്ട് ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പം നമുക്ക് നെക്സ്റ്റ് ഉണ്ട്, പോസ്റ്റ് CSS ഉണ്ട്, റിയാക്ട് ഉണ്ട്, റിയാക്ട് ഹോം ഉണ്ട്, ടെയിൽവിൻ CSS ഒക്കെ ഉണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊരു ഫയലാണ്. പിന്നെ ടെയിൽവിൻഡിൻ്റെ കോൺഫിഗറേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു പ്രോജക്റ്റൊക്കെ സെറ്റ് ചെയ്യാൻ നേരം നമുക്ക് ഗ്ലോബൽ ക്ലാസ്സസും അല്ലെങ്കിൽ ടെയിൽവിൻഡിൻ്റെ തന്നെ CSS ക്ലാസ്സസിനെ നമുക്ക് ഓവർ റൈഡ് ചെയ്യാനായിട്ട് ഈ ടെയിൽവിൻഡിൻ്റെ കോൺഫിഗ് ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ പബ്ലിക് ഫോൾഡർ ഉണ്ട്. പബ്ലിക് ഫോൾഡറിനകത്ത് നമ്മൾ ഇമേജസിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോജക്റ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴാണ് പബ്ലിക്കിൽ ഇമേജസിനെ കീപ്പ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അസറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇമേജസൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പം ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഒരു ഫേവ് ഐക്കൺ ഉണ്ട്. ഫേവ് ഐക്കൺ ആണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫേവ് ഐക്കൺ നിങ്ങൾക്കറിയാം, ഉണ്ട്, ഇത് ഫേവ് ഐക്കണാണ്, ഇത് ഇതിൻ്റെ ഫേവ് ഐക്കണാണ്, ഇത് ഇതിൻ്റെ ഫേവ് ഐക്കൺ. സോ ഫേവ് ഐക്കൺ നമ്മുടെ ആപ്പ് ഫോൾഡറിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയുള്ളതൊരു globals.css എന്ന് പറയുന്ന ഒരു ഫയലാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് CSS ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു CSS ഫയൽ അവിടെ ഉണ്ട്. ഓക്കെ, ഏറ്റവും മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന് ലേ ഔട്ടും ഒന്ന് പേജ്. അപ്പോൾ നമുക്ക് ലേ ഔട്ടിനെ മനസ്സിലാക്കാം. ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മുമ്പേ കണ്ട globals.cssനെ അതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോണ്ടൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. സോ ഇനി ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മെറ്റാ ഡേറ്റയാണ്. ഇപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ്. സോ നമുക്ക് മെറ്റാ ഡേറ്റ നമുക്ക് ലേ ഔട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ പേജസിലേക്കും ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ മെറ്റാ ഡേറ്റ, അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ പേജിൻ്റെ ടൈറ്റിലായിട്ടാണ് നമുക്ക് ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റാ ഡേറ്റ ഒക്കെ നമ്മൾ പിന്നീട് പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മുടെ റിയാക്റ്റിൻ്റെ പോലെ തന്നെ നമുക്കൊരു റൂട്ട് ലേ ഔട്ട് ഇവിടെയുണ്ട്. ആ റൂട്ട് ലേ ഔട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒരു HTML ആണ്. ഓക്കെ, HTML, അതിനകത്തൊരു ബോഡി ക്ലാസ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലേ ഔട്ട് എന്ന് പറയുന്നത് ഒരു റാപ്പറാണ്. ഓക്കെ, നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പേജസ് എല്ലാം വന്ന് അപ്പൻഡ് ചെയ്യുന്നത് ഇവിടെ ഈ ചിൽഡ്രൻ ആയിട്ടായിരിക്കും. ഓക്കെ, തൽക്കാലം അത്രയും നിൽക്കട്ടെ. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പേജാണ് പേജ് എന്ന് പറഞ്ഞാൽ page.js. ഈ page.js ആണ് നമുക്കിവിടെ റിസൾട്ടായിട്ട് കാണുന്നത്, അതായത് റൂട്ട് പേജായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അതിനകത്ത് അവരൊരു ബേസിക്കലി അതൊരു കമ്പോണൻ്റ് ആണ് കേട്ടോ, ഒരു ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഞാൻ അതിനെല്ലാം അങ്ങ് തൽക്കാലം ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്കതൊന്നും വേണ്ട. നമുക്കിപ്പോൾ വേണ്ടത് ഇവിടെ ഒരു H1 കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് ഹോം പേജ് കൊടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ വരുമ്പം ദിസ് ഈസ് ഹോം പേജ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇമേജ് ഒന്നും നമുക്കിപ്പോൾ വേണ്ട. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോം പേജ് ആക്ച്വലി നമ്മളിങ്ങനെ എഴുതി കൊടുത്ത ഈ ഹോം പേജിനെ വേണ്ട ഈ ചിൽഡ്രൻ ആയിട്ടാണ് ഈ ലേ ഔട്ട് റെൻഡർ ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനിവിടെ ഒരു ക്ലാസ് നെയിം ഉണ്ടല്ലോ, ഇൻസ്പെക്ട് ചെയ്യുക. ഇതുണ്ടോ, നമ്മുടെ ബോഡിക്ക് ഇവിടെ ഒരു ക്ലാസ് നെയിം കൊടുത്തിട്ടുണ്ട്. അവർ ഈ ഒരു സെറ്റപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ കളഞ്ഞിട്ട്
ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ് ഞാൻ കൊടുക്കുകയാണ്, മെയിൻ കണ്ടെയ്നർ എന്ന് ഞാൻ ലേഔട്ടിനകത്ത് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ലേഔട്ട് എന്ന് പറയുന്ന റാപ്പറിനകത്താണ് നമ്മുടെ പേജ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മെയിൻ കണ്ടെയ്നറിന് അകത്താണ് നമ്മുടെ ദിസ് ഈസ് ഹോം പേജ് വന്നിട്ടുള്ളത്. കാരണം ലേഔട്ടിനകത്ത് നമുക്ക് ആരാണുള്ളത്, HTML-ഉം ബോഡിയും ആണുള്ളത്. ആ ബോഡിക്കകത്തേക്കാണ് നമ്മുടെ ഇനി മുതലുള്ള പേജസിനെ എല്ലാം അത് കാണിക്കുന്നത്. ഓക്കെ, തൽക്കാലം ആ ഒരു പോയിന്റ് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഒരു സാമ്പിൾ പേജ് ക്രിയേറ്റ് ചെയ്യാം. സോ തുടക്കത്തിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. സോ നമ്മളിത് ഇവിടെ ഹോം page.js കണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു എബൌട്ട് പേജ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് ഇവിടെ about.js എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യും അല്ലേ, സ്വാഭാവികമായിട്ടും റിയാക്ട് ആരോ ഫങ്ഷണൽ കമ്പൗണ്ട് എക്സ്പോർട്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ പറയുകയാണ് h1 ദിസ് ഈസ്, ഞാൻ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ഒരു എബൌട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് പേജായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ അപ്പോൾ ഇവിടെ നമുക്കറിയാം കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സോ ഞാനിവിടെ നമ്മൾ എബൌട്ട് എന്ന് പറഞ്ഞു കൊടുക്കും, എബൌട്ട്. ഓക്കെ, ദിസ് ഈസ് എബൌട്ട് പേജ്. ഇനി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു പേജസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സ്ലാഷ് ഞാനിപ്പം എബൌട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിസ് പേജ് കുഡ് നോട്ട് ബി ഫൗണ്ട്, നമുക്ക് എററാണ് കിട്ടുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം എന്നല്ല, ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പം എബൌട്ട് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലാഷ് എബൌട്ട് അല്ലേ. അപ്പോൾ ഞാനിതിനെ തൽക്കാലം ഒന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് എബൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറാണ്. ആ ഫോൾഡറിനകത്താണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, വീണ്ടും ഒരു മിസ്റ്റേക്ക് കൂടെ നമുക്ക് വരുത്തി നോക്കാം. ഞാൻ about.js ക്രിയേറ്റ് ചെയ്യേണ്ട, ഞാൻ ഈ എബൌട്ടിനെ ഞാൻ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിടുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ എബൌട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമ്മുടെ ഈ ഒരു about.js ഉള്ളത്. ഓക്കെ, ഞാൻ വന്നു, പിന്നെ റീഫ്രഷ് ചെയ്യുമ്പം എനിക്കിവിടെ ആ പേജിനെ കണ്ടെത്താൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. സോ ഇതൊരു മിസ്റ്റേക്കാണ്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ റൂട്ട് ഫോൾഡറിനകത്ത് നമ്മൾ page.js കണ്ടതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഫോൾഡറിലും നമ്മൾ പേജസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് എബൌട്ട് എന്ന് പറയുന്ന ഒരു പേജാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ പേരും നമ്മൾ എന്ത് കൊടുക്കണമെന്നറിയാവോ, ഞാൻ റീനെയിം ചെയ്തിട്ട് page.js എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഇനി വരുമ്പോൾ നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ എബൌട്ട് പേജിനെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമുക്കിപ്പം റിയാക്റ്റിൻ്റെ പോലെ നമ്മൾ യാതൊരുവിധ വേറെ ഒരു പ്ലഗിനോ അല്ലെങ്കിൽ ലൈബ്രറിയോ ഒന്നും തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പേജ് റൗട്ടിങ് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, ഇനി മുമ്പേ നമ്മൾ കണ്ട ആ ഒരു റാപ്പറിനകത്തൊരു ചെറിയൊരു ക്ലാരിറ്റി കൂടി നമുക്ക് വരുത്താം. അപ്പം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, ഈ ലേഔട്ട് ഒരു റാപ്പറാണ്, എല്ലാ പേജസിൻ്റെയും റാപ്പറാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തി കാണിക്കാം, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിവിടെ ഒരു ഹെഡർ ക്രിയേറ്റ് ചെയ്യാണ്, ദിസ് ഈസ് ഹെഡർ, ആൻഡ് ഞാൻ ഒരു ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യാണ്, ദിസ് ഈസ് ഫൂട്ടർ. ഓക്കെ, അപ്പോൾ ഇതൊരു റാപ്പർ ആയതുകൊണ്ടും ഈ റാപ്പർ എല്ലാ പേജസിനെയും റാപ്പ് ചെയ്യുന്നത് കൊണ്ടും ഇനിയിപ്പോൾ നമ്മൾ എബൌട്ടിൽ പോയാൽ നമുക്ക് ഹെഡർ കാണാം, നമ്മുടെ എബൌട്ട് പേജ് എന്നുള്ള മെസ്സേജ്, പിന്നെ ഫൂട്ടർ കാണാം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഹോം പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തിനെ കാണാം, ഹെഡറിനെയും ഫൂട്ടറിനെയും കാണാം. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഹോം പേജാണ്. സോ നമ്മുടെ എല്ലാ പേജസിനകത്തും എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേഔട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന് ഒരു തീമുണ്ട്, ഒരു ലൈറ്റ് തീമും ഒരു ഡാർക്ക് തീമും ഉണ്ട്. അതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഒരു CSSനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എവിടെയാണ്, ഒരു കണ്ടീഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പിലേക്കാണ്, അതായത് ലേഔട്ടിൻ്റെ ബോഡിക്കകത്തേക്കാണ് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് ക്ലാസ് സ്വിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ലേഔട്ടിനകത്താണ്. ഓക്കെ,
ഇനി നമുക്ക് ഒരു കാര്യം കൂടി തൽക്കാലം ഒരു നമ്മുടെ ഫോൾഡറിൻ്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമുക്ക് നിർത്തിവെക്കാം. അതായത് ഇപ്പം നമ്മുടെ റൂട്ട് ഫോൾഡറിൽ നമുക്കൊരു ലേ ഔട്ട് ഉണ്ട്. അത് എല്ലാ പേജസിനും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പേജസിനും നിങ്ങൾക്കൊരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ എബൌട്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ എബൌട്ടിനകത്ത് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഒരു ലേ ഔട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. layout.js ക്രിയേറ്റ് ചെയ്യാം. സോ അതിനെ ഞാൻ എന്ത് ചെയ്തു? റിയാക്ട് ആരോ ഫങ്ഷണൽ കമ്പോണൻറ്റ് എക്സ്പോർട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിനെ ഞാൻ ലേഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് ചിൽഡ്രൻ ആയിട്ടാണ് അതല്ല, നമ്മളെപ്പോഴും ഒരു റാപ്പറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചിൽഡ്രൻ ആയിട്ടായിരിക്കും ആ ഒരു ലേഔട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഈ ഒരു എബൌട്ടിൻ്റെ ഇതിനകത്തും ഞാൻ എന്ത് കൊടുക്കാൻ പോകുന്ന ചിൽഡ്രൻ ഇവിടെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മുടെ ചിൽഡ്രനെ ആയിരിക്കും നമ്മളിവിടെ റെൻഡർ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഇനി മുതൽ നമ്മുടെ എബൌട്ട് പേജ് റെൻഡർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇതിനകത്തായിരിക്കും, ഈ ഒരു ഡിബിനകത്ത്. അപ്പം നമുക്കിവിടെ ഒരു ക്ലാസ് നെയിം കൊടുക്കാം, എബൌട്ട് പേജ്. ഓക്കെ, അതായത് എബൌട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമുക്ക് 2-3 ഓക്കെ, അതായത് എബൌട്ട് എന്ന് പറയുന്ന നമ്മുടെ പേജിന് ഞാൻ വേറൊരു റാപ്പർ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം ഇപ്പോൾ നോക്കണ്ട കേട്ടോ. ഇത് നമ്മൾ ആ ഒരു എന്താ പറയുക, ഇത് നമുക്ക് കുറച്ചൊന്ന് ഈ ഒരു ഫോൾഡർ സ്ട്രക്ചറൊക്കെ കുറച്ചൊന്ന് ഇടപഴകി നമുക്ക് മനസ്സിലായി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അടുത്തറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എബൌട്ട് പേജിന് ഞാൻ വേറൊരു റാപ്പർ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാനിവിടെ വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എബൌട്ട് പേജിനെ പൊതിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട് കണ്ടോ, എബൌട്ട് പേജ് എന്ന് പറഞ്ഞ റാപ്പറിനകത്താണ് ഇപ്പം നമ്മുടെ ഈ ഒരു H1 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും തൽക്കാലം നമ്മൾ ഫോൾഡർ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി.